റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാതെ ബോധരഹിതനായി വീഴുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയും ഇസ്ലാമിക ചരിത്രത്തിൽ. എന്റെ റസൂലില്ലാത്ത മദീനയിൽ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലിന്റെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് സിറിയയിലേക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെ സിറിയയിൽ താമസിക്കുന്ന ഒരു രാത്രിയിലാണ് റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നത്തിലാണ് ഇങ്ങനെ പറയുന്നത്, എന്റെ ബിലാലെ, എന്നോട് ദേഷ്യം, എന്നോട് പിണക്കമാണോ, അതാണോ എന്നെ കാണാൻ വരാത്തത് എന്ന് റസൂൽ ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ മദീനയിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി എന്നറിഞ്ഞ മദീന നിവാസികളൊക്കെയും ആ മധുര ശബ്ദമൊന്ന് കേൾക്കാനായി, അദ്ദേഹത്തൊന്ന് കാണാനായി തടിച്ചുകൂടുന്നുണ്ട്. റസൂലിന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കൂടി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട് ആ മധുര ശബ്ദത്തിൽ ആ ബാങ്കുരി ഒന്ന് കേൾക്കാൻ. എല്ലാവരുടെയും ആവശ്യപ്രകാരം, നിർബന്ധപ്രകാരം ബിലാൽ റളിയല്ലാഹു അൻഹു ആ ബാങ്ക് കൊടുക്കാൻ തയ്യാറായി. പക്ഷെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാതെ കരഞ്ഞ് റസൂലിന്റെ നാമം പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാതെ കരഞ്ഞ് ബോധരഹിതനാകുന്നുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. മദീന നിവാസികളൊക്കെയും കരയുന്നുണ്ട്. റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ചവരായിരുന്നു അവര്. റസൂലിന്റെ സ്നേഹം, റസൂലിനോടുള്ള സ്നേഹം എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയും, അത്രയും റസൂലിനെ ഇഷ്ടപ്പെട്ടവരായിരുന്നു അവർ. സ്വഹാബാക്കളൊക്കെയും റസൂലിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളവരായിരുന്നു.